ആലുവ ചാലക്കലിൽ വനിതാ സംരംഭമായ പ്രതിഭ മഹിളാ സമാജത്തിൻ്റെ സുരക്ഷയ്ക്ക് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ 10 അടി ഉയരമുള്ള കരിങ്കൽ ഭിത്തി സ്വകാര്യ വ്യക്തി പൊളിച്ചെടുത്തതായി പരാതി. സമാജത്തോട് ചേർന്ന് കെട്ടിടം നിർമ്മിക്കുന്ന സുധാകരനെതിരെയാണ് നിലനികത്തിലും പൊതുമരാമത്ത് കൽക്കെട്ട് പൊളിച്ചതടക്കം വനിതാ സമാജം പ്രവർത്തകർ പരാതി നൽകിയത്. കരിങ്കൽ കെട്ട് പൊളിച്ചതോടെ കെട്ടിടം അപകട ഭീതിയിലാണ്. 1989 പ്രദേശത്തെ വനിതകൾ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച പ്രതിഭ മഹിളാ സമാജമാണ് നാട്ടുകാരിൽ നിന്നും പണം സമാഹരിച്ച് സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിൻ്റെ ഒരു വശം താഴ്ചയുള്ള ഭാഗമായതിനാൽ സുരക്ഷയ്ക്കായി ജില്ലാ പഞ്ചായത്ത് കരിങ്കല്ലിൽ പാർശ്വഭിത്തി കെട്ടി നൽകിയിരുന്നു. 10 അടിയോളം ഉയരമുള്ള ഈ കരിങ്കൽ കെട്ടാണ് തൊട്ടടുത്ത സ്ഥലമുടമ പൊളിച്ചെടുത്തത്. ഇതോടെ കനത്ത മഴയിൽ കെട്ടിടം തന്നെ ഇടിഞ്ഞു വീഴേക്കാവുന്ന അവസ്ഥയാണിപ്പോൾ. വനിതാ സമാജത്തോട് ചേർന്ന് കെട്ടിടം നിർമ്മിക്കുന്ന സുധാകരനെതിരെയാണ് വനിതകൾ പരാതി കൊടുത്തത്. ഇയാൾ സ്ഥലവും കെട്ടിടവും കൈവശപ്പെടുത്താൻ തങ്ങളുടെ ഒപ്പിട്ട് അധികൃതർക്ക് നൽകിയ വ്യാജ രേഖ വിവരാവകാശം മൂലം പരാതിക്കാർ കണ്ടെത്തിയിരുന്നു. ഇയാൾക്കെതിരെ നിലനികത്തി നീരൊഴുക്ക് തടഞ്ഞതിന് കർഷകരും പരാതി നൽകിയിരുന്നു. പാടശേഖരമായ സ്ഥലത്തെ കൃഷി നിലനിർത്തിക്കൊണ്ട് തൂണുകളിൽ കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഹൈക്കോടതിയിൽ നിന്നും അനുമതിയാണ് ഇയാൾ വാങ്ങിയിരുന്നത്. എന്നാൽ ക്രമേണ മണ്ണിടിച്ച് നിലനികത്തിയതായാണ് പരാതി. പൊതുമരാമത്തിൻ്റെ റോഡരികിലെ കരിങ്കൽ കെട്ട് പൊളിച്ചു മാറ്റിയതായും ഇയാൾക്കെതിരെ പരാതിയുണ്ട്. ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടം അപകടസ്ഥിതിയിലായതിനാൽ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കെട്ടിടം പുനർനിർമ്മിക്കാൻ ആവശ്യമായ തുക ഇയാളിൽ നിന്നും ഈടാക്കണമെന്നാണ് വനിതകൾ ആവശ്യപ്പെടുന്നത്. പെരിയാർ വിഷന് വേണ്ടി ഷാജി കോട്ടപ്പറമ്പിലിനൊപ്പം രാജൻ തിരുവാല്ലൂർ. ഞങ്ങളുടെ ഈ മഹിളാ സമാജത്തിൻ്റെ കെട്ട് പൊളിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ അംബേദ്കർ വായനശാലയുടെ സെക്രട്ടറി സുധാകരൻ്റെ നേതൃത്വത്തിലാണ് അത് പൊളിച്ചേക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് നല്ല രീതിയിൽ കെട്ടിത്തരണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആധാരം പോലും കൈവശം വെച്ചേക്കാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആധാരം ഞങ്ങൾ പഞ്ചായത്തിലേ കൊടുക്കുകയുള്ളൂ, നിങ്ങൾക്ക് തരില്ല, നിങ്ങളുടെ എല്ലാ ബിൽഡിംഗും എന്നുള്ള ഒരു വാശിയിലാണ്. അപ്പം ഇതിനെ തുടർന്ന് ഇപ്പം പഞ്ചായത്ത് അധികൃതർ ഇവിടെ വരെയും ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വായനശാല അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് സീൽ വെച്ച് പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് കെട്ടിത്തരാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുന്നത് കെട്ടി പൊളിഞ്ഞു നിന്നു, അതുകൊണ്ട് ഞാൻ പൊളിച്ചു. പുള്ളി ഒരു വോയിസ് മെസ്സേജ് ഇട്ടതിൽ അതിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പുള്ളി തന്നെ പറയുന്നുണ്ട്. എനിക്ക് സാധന സാമഗ്രികൾ താഴേക്ക് ഇറക്കണമായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. 16 മിനിറ്റ് നീളുന്ന ഒരു വോയിസ് മെസ്സേജ് പുള്ളി പല ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. കെട്ടി പൊളിച്ചതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഓരോ ദിവസം ചെല്ലുന്തോറും മഴ കുത്തി പെയ്യുന്നതനുസരിച്ച് മണ്ണ് താഴേക്ക് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് ഇപ്പോൾ വന്ന് കണ്ട് പഞ്ചായത്തിൽ നിന്ന് AE വന്നപ്പോഴും പറഞ്ഞ് ബിൽഡിംഗ് അപകടാവസ്ഥയിലാണ്, ഇനി അതിനകത്ത് ആരും ഇരിക്കരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ വായനശാലയുടെ സെക്രട്ടറി PE സുധാകരൻ തന്നെയാണ് അതിൻ്റെ മെയിൻ ആള്. പിന്നെ കമ്മിറ്റിയിലെ പ്രസിഡന്റും ഇതിനകത്ത് ഉൾപ്പെടുന്ന ആളാണ്. കാരണം ഇപ്പോൾ ആ കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ വിഭജിച്ചിട്ടുണ്ട്. കാരണം അവരിതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിത് ആരും തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവർ. എൻ്റെ റോഡിന് സംരക്ഷണ ഭിത്തികൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ വായനശാലയുടെ ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടി എല്ലാം പൊളിച്ച് അദ്ദേഹം കൊടുത്ത കരിങ്കല്ലിൽ അവരുടെ ഫൗണ്ടേഷൻ കെട്ടിയേക്കാണ്. ഞാൻ PWD പരാതി കൊടുത്തിട്ട് PWD ഇതുവരെ ഒരു നടപടി ക്രമത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം ഇതിനെപ്പറ്റി അന്വേഷിച്ച് ചെന്നപ്പോൾ ഇതുവരെ നടപടിയായിട്ടില്ല. കാരണം അനവധി വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്ന വഴിയാണ്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വൻ ആപത്തുകൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അനധികൃതമായ റോഡ് കയ്യേറിയാണ് ഈ ബിൽഡിംഗ് പണിതേക്കും ചെയ്തേക്കണമെന്ന് ഞാൻ PWDനെ അറിയിച്ചിട്ടുണ്ട്. അവരൊരു നടപടികളും എടുത്തിട്ടില്ല. എൻ്റെ പേര് ലാലു. ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. ഈ വാങ്ങിയേക്കുന്ന സ്ഥലത്തിൻ്റെ പിന്നിലൂടെയാണ് ഞങ്ങൾ പുരാതനമായിട്ട് വഴി നടന്നുകൊണ്ടിരുന്നത്. ആ വഴി ഇപ്പോൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് കെട്ടുകയും സമീപ പ്രദേശത്ത് അപകട സാധ്യതയോടുകൂടി ഒരു കിണർ പണിയുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ വ്യക്തിയെ ഞാൻ നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ നിയമവശം നോക്കിക്കൊള്ളാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതിനാൽ ഞാൻ പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി കൊടുത്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് അന്വേഷിച്ച് നടപടി എന്തായെന്നിപ്പോൾ അറിയില്ല, അന്വേഷിച്ച് പോയിട്ടുണ്ട്.